ഇമാ ബാപ്പുവല്ല അസറിനേക്കാട് എത്തണം എന്നാലേ കിട്ടും. അസർ നിസ്കാരത്തിന് ആടെ പള്ളിയിൽ എത്തണം അടുത്തവര്. എന്നാലാണ് ക്യൂവിൻ്റെ മുമ്പിൽ വെക്കും. വലിയ ക്യൂ ആയിക്കുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ റഹീം നാളെ പോവുകയാണ് കേട്ടോ. നാളെ അല്ല, ഇന്നല്ലേ? അതെ, ഇന്നോന് തിരിച്ചു പോവാണ്. അപ്പോൾ നമ്മൾ കുറേ വന്നന്ന് വിചാരിച്ചതിനും നമ്മൾ കഞ്ഞി വാങ്ങാൻ പോകണമെന്ന്. പക്ഷേ അന്ന് ലേറ്റായി പോയി. അപ്പോൾ വയലടക്കല്ല ഒരു സാധനം എടുക്കാനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കഞ്ഞി വാങ്ങാൻ പോവാണ്. അപ്പോൾ പാത്രമൊന്നും എടുത്തില്ല. പാത്രം നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകണം. കിട്ടുമോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നോമ്പിന് മറ്റേ ചിക്കൻ ഇട്ട കഞ്ഞി എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരിക്കുമല്ലോ. ഒരുപാട് ആഗ്രഹമാണ്. തമിഴ്നാട്ടിൽ പോകണം എന്നല്ല വിചാരിച്ചതിന്. പക്ഷെ എന്തായാലും എലത്തൂരുണ്ടേ പിന്നെ നമുക്ക് അവിടെ പോയി വാങ്ങാം എന്നാലോ അല്ലേ. പോവാം നമുക്ക്. അതല്ല, കഞ്ഞി കിട്ടുന്ന പള്ളി എവിടെയാന്ന് തന്നെ ചോദിക്കുക. അത് ഫേമസാ. ഇത് ഞാൻ പിടിച്ചോളൂ, കഴിഞ്ഞെടുത്തോ. രണ്ടെണ്ണം പിടിക്കുന്നതിനൊരു കുറവും വിചാരിക്കണ്ട. അവിടെ എല്ലാവരും അങ്ങനെ 2-3 എടുത്ത് പോകുന്നതാണ്. ബാക്കി ഉണ്ടെങ്കിൽ മിന്നൂനും കൊണ്ടുകൊടുക്കാം. കവറ് വേണം. ഇത് ഇട്ടാൽ തിരിച്ചു വരുമ്പോൾ അതിലോ ഇട്ട് കൊണ്ടുവരാം. ഒരു കവറുണ്ടെങ്കിൽ സുഖമായില്ലേ. കാർ എടുക്കണ്ടാലോ. അതെടുത്തോ, അത് കയറിക്കോ. പ്രശ്നമില്ല, എടുത്തോ. ഏത് അല്ല, ഇത് തിരിച്ചു വരുമ്പോൾ ഇവിടെ വെക്കേണ്ടി വരും. ഫ്രണ്ടിൽ നല്ലോണം കെട്ടിയിട്ടേ ഇവിടെ വെക്കേണ്ടി വരും. എന്നാൽ പ്രശ്നമില്ല. പിന്നെ ബൈക്കൊന്ന് നീ ചോദിക്കണേ കഞ്ഞിയുള്ള വള്ളി ഏതാന്ന്. എലത്തൂർ എത്തിയിട്ട് നമ്മൾ ആദ്യം കാണുന്ന കടയിൽ ചോദിക്കുന്നത് ഇവിടെ ബർമ്മ കഞ്ഞി കിട്ടുന്ന വള്ളി ഏതാ. അപ്പോൾ ഫ്രണ്ട്സ്, നോമ്പ് തുടങ്ങിയത് മുതലുള്ള ആഗ്രഹമായിരുന്നു എലത്തൂർ പോയിട്ട് കോഴിക്കഞ്ഞി വാങ്ങണം എന്നുള്ളത് കേട്ടോ. ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. മാത്രമല്ല നമ്മൾ ഈ തമിഴ്നാട്ടിൽ കുറേ കാലം ഉള്ളതുകൊണ്ട് തന്നെ തമിഴ്നാട് കഞ്ഞി കുറേ കുടിച്ചിരിക്കുന്നു. നോമ്പിന് നമുക്ക് ആ കഞ്ഞി കിട്ടുമ്പോഴുള്ളൊരു സുഖം ഉണ്ടല്ലോ. എത്ര ജ്യൂസ് കുടിച്ചാലും ആ ഒരു ഫീല് കിട്ടൂല. അപ്പം ഞാനവിടെ പോയി നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ, നിറച്ച ആൾക്കാർ. ഇത് കിട്ടുമോ എന്നുള്ള ബേജാറിലായിരുന്നു. ഏകദേശം ഒരു 5 മണിയായാലാണ് ഇത് അവർ വണ്ടീൻ്റെ അകത്ത് കുറേ ചെമ്പ് കഞ്ഞിയുമായിട്ട് അതിൻ്റെ ആൾക്കാർ വന്നു കേട്ടോ. ഒരു വീട്ടിൽ നിന്ന്, ഒരു തറവാട്ടിൽ നിന്ന് അവരിങ്ങനെ ഉണ്ടാക്കി വരുന്നതാണ്. തലമുറകളായി ഇങ്ങനെ കൈമാറി വരുന്നത്. ആദ്യം വാപ്പേനെ ഉണ്ടാക്കൽ, ഇപ്പോൾ മക്കളേറ്റെടുത്ത് ചെയ്യുകയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ കോഴിയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി കഞ്ഞി കേട്ടോ. അവിടെ വരുന്ന എല്ലാവർക്കും കഞ്ഞി കിട്ടുന്നുണ്ട്. അതും നല്ലോണം കൊടുക്കുന്നുണ്ട്. 2-3 പാത്രത്തിലൊക്കെയാണ് ഓരോരുത്തരും വാങ്ങുന്നത്. അതൊന്നും പ്രശ്നമില്ല. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും അവിടെ നിന്ന് കഞ്ഞി നൽകുന്നുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണിത്. അപ്പോൾ നമ്മൾ അറിയുന്ന ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അത് മറ്റൊരു സന്തോഷമാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഈ കോഴിക്കഞ്ഞി കുടിച്ചവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ. ഇനി കുടിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്ക്. റമദാൻ മാസം മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത്. എല്ലാ കൊല്ലവും റമദാനിൽ എലത്തൂരിലെ ഈ ജുമാഅത്ത് പള്ളിയിൽ, ഇവിടെ മാത്രമല്ല 3-4 പള്ളിയിൽ വേറെയും ഉണ്ടാവും കേട്ടോ. ഇവിടെയാണ് മെയിൻ കൂടുതൽ ചെമ്പ് കാര്യമെല്ലാം കൊണ്ടുവരുന്നത്. ഇവിടെയാണ്. മറ്റുള്ള പള്ളികളിലും ഇതേപോലെ 1-2 ചെമ്പെല്ലാം കൊണ്ടുപോയിട്ട് കഞ്ഞി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇങ്ങനെ സപ്ലൈ ചെയ്യുന്ന റെയിമിന് 2 പാത്രവും കൊടുത്ത് ബേറെ നിപ്പിച്ച് ഞാൻ ബേറയിൽ നിന്നതാണ്. ഞങ്ങൾ കുറേ സാധനം വാങ്ങിക്കിട്ടോ. ബേറയും 2-3 പുരക്കാർക്കും കൂടി കൊടുക്കുക. ഫ്രണ്ട്സ്, സമയം 6:25 നമ്മൾ ഇത്രയും കഞ്ഞിയൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾ വിചാരിക്കണ്ട, ഇത്രയും കഞ്ഞിയൊക്കെ വാങ്ങിയിട്ട് ഇവിടെ എന്താക്കുന്ന. അപ്പോൾ ഒന്ന് നമുക്ക് താഴെ കൊണ്ടു കൊടുക്കാം. ഓക്കെ, ഒന്ന് മിന്നൂനും കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ടാണ് ഇത്രയും വാങ്ങിയത് കേട്ടോ. അതുകൊണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനത്തെ കുടിച്ച് തീർക്കേണ്ടിയിട്ടൊന്നുമല്ല. ഓക്കെ, നമുക്കിത് താഴെ കൊണ്ടു കൊടുക്കാം. നല്ല പൊറോട്ടയും ചിക്കൻ കറിയും കേട്ടോ. കഞ്ഞി കുടിച്ചൊരു ബൈക്കായിരിക്കും. എന്താ ടേസ്റ്റ്, നല്ല അടിപൊളി കഞ്ഞി കേട്ടോ. ഇത് ഫുള്ള് കഴിക്കുക കാര്യമാണ്. പിന്നെ മിന്നൂന് കുറച്ച് കൊണ്ടു കൊടുക്കണം ഇതിലുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഫുഡെല്ലാം കഴിച്ച് ഭയങ്കര ക്ഷീണം. മോനെ ഇപ്പോൾ ഇറക്കി കൊടുക്കണം. പിന്നെ പോവുകയാണ്, ഇനി പോവുകയാണ്. അപ്പോൾ ഇനി ഞാൻ നോമ്പ് ലാസ്റ്റായിട്ടായിരിക്കും വരിക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. നല്ല മഴയും പെയ്യുന്നുണ്ട്. നിങ്ങളവിടെ മഴ ഉണ്ടായിരുന്നു ഇന്നലെ? വീഡിയോ നിങ്ങൾ കാണുന്നതിൻ്റെ തലേദിവസമായിരിക്കുമല്ലോ എടുത്ത്. അപ്പോൾ മഴ ഉണ്ടായിനോ? എന്നാൽ സ്ഥിതി ഇന്ന് രാത്രി ഇപ്പോൾ മിന്നുവിൻ്റെ അടുത്തേക്ക് പോകണം. ഇന്ന് രാത്രി ആടെ ഹമാമേൻ്റെ അടുത്ത് നിൽക്കണം. നാളെ ഒരു പരിപാടിയുണ്ട്. എന്താണെന്നുള്ള നാളത്തെ വീഡിയോ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ലേശം ഒന്ന് കടന്നിട്ട് എണീക്കട്ടെ.
അപ്പോൾ അനിയൻ ഇറക്കി ഞാനിതാ കോഴിക്കോടാണുള്ളത്. എണ്ണടിക്കാൻ കാര്യതേനു ഒരു പമ്പിൽ കഞ്ഞിയുണ്ട്. മിന്നുവിൻ്റെ അടുത്തേക്ക് പോവാ. ഓലിക്കെല്ലാം കോഴിക്കഞ്ഞി കൊടുക്കുക എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ ഓന് തിരിച്ചു പോയി. പിന്നെ പോകുന്ന വീഡിയോയും കാര്യമൊന്നും എടുത്തില്ല. ഓൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ വന്നെന്തോ ഭാഗ്യമാണ് കേട്ടോ. ഓൻ അധികം അങ്ങനെ വീഡിയോയിൽ വരുന്നൊന്നും ഇഷ്ടമില്ല. ഇടക്കും തിളക്കും കുറച്ചൊക്കെ ഒന്ന് കാണിക്കുവാന്നല്ലാണ്ട് ഓവറായിട്ട് എടുക്കുന്ന ഓന് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ശ്രമിച്ചിട്ടില്ല കേട്ടോ. കഴിഞ്ഞ വീഡിയോ പിന്നെ ഓനോട് ചോദിക്കുകയും ചെയ്യാട്ടോ, അങ്ങ് എടുത്തതാ ഞാൻ. എല്ലാവരും ഇങ്ങനെ അനിയന്മാരെയോ ഇതൊക്കെ എടുക്കുമ്പോൾ ഉമ്മക്കും ഉണ്ടാവില്ല ഒരാഗ്രഹം, ഓരെല്ലാം ഇന്നൊരു വീഡിയോ എടുക്കണം എന്നൊക്കെ ഈ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അങ്ങ് എടുത്തതാ. ഓൻ്റെ സംഭവമൊന്നും ഞാൻ ചോദിച്ചില്ല. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെല്ലാം ഒരുപാട് ആൾക്കാരെ കമൻ്റ് കണ്ട് ഓനെ കൊണ്ട് വേഗം ഒന്ന് കല്യാണം കഴിപ്പിച്ചാൽ മിന്നുവിനും കുഞ്ഞിനും നോക്കാൻ ഒരാളാവൂലേ എന്നൊക്കെ. ഓളെയും കുഞ്ഞിനും ഒക്കെ അൽഹംദുലില്ലാ പിന്നെ ഓക്ക് കുഞ്ഞിനെ നോക്കാനൊന്നും വേറൊരാളെയൊന്നും പോകണ്ട. ഓള് ഉഷാറാ. പിന്നെ നമ്മളങ്ങനെ ഒക്കെ അങ്ങ് നോക്കിക്കോളും, ഒന്നും പ്രശ്നമില്ല. പിന്നെ ഇപ്പം ഓൻ കല്യാണം കഴിച്ചാൽ പിന്നെ ആ കുട്ടി നോക്കൂല എന്നുള്ളതുകൊണ്ടല്ല. ഓന് ഉണ്ടല്ലോ പിന്നെ വടകരയാണ് ഇഷ്ടം. വടകര നിൽക്കാനാണ് ഇഷ്ടം ഓന്. നമ്മളെ ഓൻ്റെ കമ്പനിക്കാരും കാര്യമൊക്കെ അങ്ങോട്ടാണല്ലോ. അപ്പോൾ ആടെ വീടെടുത്ത് ആടെ നിൽക്കണം എന്നൊക്കെയാണ് ഓൻ്റെ ആഗ്രഹം. ആ ഏരിയയിൽ നിന്നൊക്കെ കല്യാണിക്കണം എന്നൊക്കെയാണ് ഓൻ്റെ ആഗ്രഹം. ഓരോരുത്തർക്കും ഓരോ ആഗ്രഹം ഉണ്ടാവില്ല. അല്ലെങ്കിലും ഓൻ കെട്ടിക്കൊണ്ടുവന്ന കുട്ടി പിന്നെ എൻ്റെ ഓളെയും കുഞ്ഞിനെയും നോക്കണം എന്ന് പറയുന്ന എടുത്ത പിന്നെ പരിപാടിയാണ്. അല്ലെങ്കിൽ ഓളെ ഓളെന്തായിട്ട് എന്തോ രോഗിയെങ്ങാനാണ്. ഓള് ഉഷാറല്ലേ, ഓള് സ്മാർട്ട് മോളല്ലേ, ഓളെന്തിനാ വേറെ ആൾ നോക്കുന്നത് അല്ലേ? ഒരാളാവുന്നായിരിക്കും ഉദ്ദേശിച്ചത്, വീട്ടിലൊരാളാവുന്നൊക്കെ അങ്ങനെയായിരിക്കും. കാരണം ഞാൻ പഠിക്ക് പോകുമ്പോൾ അങ്ങനെയുള്ള ഓലിക്കൊരാൾ കൂട്ട് വേണമല്ലോ എന്നുള്ള രീതിയിലല്ലേ. അത് ശരിയാണ്. പക്ഷെ നമ്മളെ കാര്യത്തിൽ അത് പ്രാക്ടിക്കലല്ല. ഞാൻ പറഞ്ഞില്ലേ, കാരണം ഓന് വടകരക്കാണ് ഇഷ്ടം. അപ്പോൾ ഓൻ വടകരയായിരിക്കും ഓൻ സെറ്റിൽഡൊക്കെ ആവുക. എനിക്കും വടകര ഇഷ്ടമില്ലാതില്ല. പക്ഷേ എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടും മിന്നുവിൻ്റെ കംഫേർട്ടും കൊണ്ടും ഞാൻ എൻ്റെ നാടും ഇതൊക്കെ മറന്ന് ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഇപ്പം നമുക്കിനി ഇവിടെ തന്നെ ഈ നാട്ടിൽ വന്നേരാണ് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഈ നാടും ഈ നരിക്കുനിയും ഈ പുല്ലാളൂരും മച്ചക്കുളമൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ്. ഇവിടെ ഒരു മനുഷ്യനും എനിക്ക് അറിയുന്ന പോലൊക്കെ വളരെ കുറവാണ്. നാട്ടിൻ്റെ അത്ര അറിയുന്ന പോലൊന്നും എനിക്കിവിടെ ഇല്ല എന്നുള്ളതൊക്കെ ശരിയാണ്. നാട്ടിൽ മൊത്തം കമ്പനിക്കാരും മൊത്തം നാട്ടുകാർ പറയുന്ന പോലൊക്കെ ആണല്ലോ. വന്ന് താമസിക്കുമ്പോൾ എന്ത് തന്നെ ആയാലും എത്ര കൊല്ലം കഴിഞ്ഞാലും ഓൻ വന്ന് താമസിച്ചോനാന്നേ പറയൂ. നമ്മളെ നാട്ടിലും അങ്ങനെ നമ്മൾ ചങ്ങായിമാരെല്ലാം നമ്മൾ അങ്ങനെ തമാശക്കെല്ലാം പറയും, ഇനിയൊന്നുമില്ല അങ്ങനെ വന്നു കൂടിയല്ലടോ, അതുപോലെ പറയൂ. അത് എത്ര കൊല്ലം കഴിഞ്ഞാലും. അതുകൊണ്ട് തന്നെ ഞാനൊരു വന്നു കൂടിയവനായിട്ട് ഇവിടെ ഇങ്ങനെ താമസിക്കുകയാണ് ഗൈസ്. ഇൻഷാ അള്ളാ കുറച്ച് പൈസയെല്ലാം ഉണ്ടാകുമ്പം വടകരൊക്കെ ചെറിയൊരു വീടെല്ലാം എടുത്തിട്ട് ആഴ്ചക്ക് അല്ല മാസത്തിലൊരു 5 ദിവസമെങ്കിലും വടകരെല്ലാം പോയി നിൽക്കണം എന്നുള്ള ആഗ്രഹം ഇല്ലാതില്ല. അല്ല നമുക്ക് നോക്കാം. ഞാൻ അധികം ഇങ്ങനെ ഓരോ ലാട്ടി അടിച്ച് നിങ്ങൾ നേരം പോക്കുന്നില്ല. നേരെ മിന്നുവിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഓക്കിലേശം കോഴിക്കഞ്ഞിയെല്ലാം ഒന്ന് കൊടുക്കട്ടെ. അപ്പം ഗൈസ് നമ്മളിതാ ഇവിടെ എത്തി. കഞ്ഞി വടക്കായ്ക്കില്ലായിരിക്കൂലേ, ചൂട് പോയില്ല, ഒരളം ചൂടുണ്ട് കേട്ടോ. ഇത് തുറന്നേരുന്നു എന്താ ഒരു സ്മെല്ല് കോഴിക്കഞ്ഞീൻ്റെ. വാവ തൊട്ടിൽ കിടന്ന് ഉറങ്ങിക്കൊന്നുമില്ല കേട്ടോ, ഉണന്ന് കിടക്കുക. വേണ്ട, ലൈറ്റ് അടിച്ചാലേ ഓൻ എണീക്കും. ഇല്ല, രാവിലെ തന്നെ എണീച്ചുണ്ടാക്കിയതാ. ഒരു 4 കോഴിയാണ് ഇതിനു വേണ്ടി ചിലവായ. എന്താ കഞ്ഞി വേണം എനിക്ക്? ഉറക്കത്ത് എണീച്ച് വന്നിയാ? ഉപ്പ കുടിക്കൂല അല്ലേ? ആട്ട് കഞ്ഞിയാന്ന് പറയുന്നു. അങ്ങനെ മിഞ്ഞ് കുടിക്കൂല അല്ലേ? ഇവിടെ ഇവൾ ആട് കൂട്ടൂല, ഉപ്പ കോഴി കൂട്ടൂല. നമ്മളാണ് എല്ലാം കൂട്ടും, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. പക്ഷെ ഇതുങ്ങൾക്ക് നഷ്ടാട്ടാ ഇത് കുടിക്കാണ്ടെന്നാല്. എലത്തൊരു പള്ളിന്ന് ഉള്ളതാ. അത് എനിക്ക് പോവാനാ? എലത്തൂരടോ. എലത്തൂർ തന്നെ കോഴിക്കോട് നിന്ന് ഒരു 10-15 കിലോമീറ്റർ. ആടെ ഒരു ഫാമിലി കാലാകാലങ്ങളായിട്ട് ഉണ്ടാക്കി തന്നെയാ. എല്ലാ കൊല്ലവും ഉണ്ടാവും. ഞാൻ തുടർന്ന് വരുന്നേ. ഒരു പാരമ്പര്യമായിട്ട് അവിടെ കുറേ അറിയുന്ന ആൾക്കാരിലുണ്ട്, നമ്മളെ വീഡിയോ കാണുന്നവർ. ഒരാൾ ചോദിക്കാതെ ചെയ്തിക്ക്. ഓ, ഒരു വാട്ടാൻ കുടിച്ചിക്ക്. ഇനിയിലൊന്നും കുറച്ച് കുടിക്കണം. എനക്കിഷ്ടപ്പെട്ടേക്ക്. നല്ല ടേസ്റ്റാ, തമിഴ്നാട് മോഡല്. ഓ എന്തായാലും ഇല്ല.
ബീഫ് കഞ്ഞിയും കൂടി അവിടെ ആക്കണല്ലേ ഇനി എന്നാ നിങ്ങൾക്കും കൂട്ടാ.